ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ രാവിലത്തെ അടുക്കള വിശേഷം കാണിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ രാവിലെ കാപ്പി, ചോറ്, കറി, പച്ചക്കറിയാണ് ഇന്ന് വെച്ചത്. പിന്നെ അപ്പം, കടലക്കറി, വറുത്ത മീൻ. അപ്പോൾ രണ്ടുപേരും കൂടെ അപ്പവും കടലക്കറിയൊക്കെ കഴിക്കുക. സ്കൂളിൽ പോകാനുള്ള സമയമായി. എന്നുവെച്ച് താമസിച്ച് എഴുന്നേറ്റത്, ഉറങ്ങിപ്പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ കാപ്പി കുടിച്ചു. പിന്നെ നമുക്ക് രാവിലെ പിള്ളേരുടെ യൂണിഫോം തേക്കണമായിരുന്നു. ഞാൻ രാവിലെ തേച്ച് കൊടുക്കുന്നത്. അങ്ങനെ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് യൂണിഫോം തേച്ച് കൊടുക്കുന്നുണ്ട്. മൂത്താൾ കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇളയാളിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന. എൻ്റെ രാവിലത്തെ കുറച്ച് നേരം, എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വരെയുള്ള കുറച്ച് നേരമാണ് കാണിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ മഞ്ഞൾ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇളയവനാ എന്നും കൊണ്ടുവന്ന് നൂത്തിട്ട് വെയിലത്ത് വെക്കുന്നത്. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അത് ഓർമ്മയോടെ ചെയ്തെന്തായാലും. അടുക്കളയിൽ നമ്മുടെ വർക്ക് ഏരിയയിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അതെടുത്തുകൊണ്ട് പോയി വെക്കുവാണ്. പിന്നെ നമ്മുടെ ചോറിനുള്ള പാത്രങ്ങൾ, പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ള പാത്രങ്ങൾ കഴുകി ഇത് കണക്കൊരു പാത്രത്തിൽ വെക്കും. അപ്പോൾ നമുക്ക് ചോറിടാം. ചോറിട്ടു. ഇത് ഇന്നലെ ചോറ് അധികം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇന്ന് വെച്ചൂറ്റിയതാണേ. അതുകൊണ്ട് ചോറ് വെക്കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ താമസിച്ച് എഴുന്നേറ്റത്. താമസിച്ചെന്ന് പറഞ്ഞാൽ 6:45 ആയപ്പോൾ എഴുന്നേറ്റു. ചോറ് വെക്കണമെങ്കിൽ നമുക്ക് നേരത്തെ എണീക്കണമല്ലോ. 6 മണിയൊക്കെ 5:45 ആകുമ്പോഴത്തേനും എഴുന്നേൽക്കണം. ചോറും ഇതെല്ലാം ആയി പിള്ളേർക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഇത് ഇന്നലത്തെ മീൻകറിയാണേ. അവന് മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മീൻകറി ചോറിനകത്ത് വെച്ചു. പിന്നെ കിഴങ്ങ് ഫ്രൈ പോലെ ചെയ്തതാണ്. കിഴങ്ങ് ഫ്രൈ വെച്ചു. പച്ചക്കറിയും വെച്ചിട്ടുണ്ട്. അവന് പച്ചക്കറി അത്ര ഇഷ്ടമല്ല. മീൻകറി ആകുമ്പോൾ മീൻകറി ഇഷ്ടമാണ്. അപ്പോൾ അതും കൂട്ടി തിന്നു. പിന്നെ പിള്ളേർ കറികളൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും ഷെയർ ചെയ്താൽ കഴിക്കുന്നതെന്ന് പറയും. അപ്പോൾ ഒരുപാട് കറികളാവും. നമ്മൾ കറി കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അവൻ്റെ പാത്രം അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അവന് തൈര് കൊടുക്കുന്നുണ്ട്. തൈര് ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഇച്ചിരി മോരും വെള്ളം പോലെ മതിയെന്ന് പറഞ്ഞവൻ. കുടിക്കാനും ശകലം ചോറിനകത്ത് ഒഴിച്ച് കൂട്ടാനുമാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ തൈര് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇതുപോലത്തുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ കാണാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ കാണുന്നവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. അപ്പോൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ പോയി കഴിയുമ്പോൾ നമുക്കൊരു അടുക്കള എന്തൊരു യുദ്ധം കഴിഞ്ഞതുപോലെ. ഇത് ഡാൻസ് കളിക്കുന്ന കേട്ടോ ഈ വീഡിയോയ്ക്ക് മുന്നിൽ. അപ്പോൾ ഇത് രണ്ടാമത്തവൻ്റെ ആണേ. അവന് ചോറിട്ടു. ചോറിട്ടു. പിന്നെ അവന് മീൻ വറുത്തത് മത്തി വെച്ചു. ചെറിയ മത്തിയാണേ, 2 എണ്ണം വെച്ചു. അപ്പം തിന്നപ്പോഴേ മത്തി എടുത്തു രണ്ടുപേരും. അപ്പം മൂത്തവന് മത്തി വെക്കാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു കാപ്പിക്കെടുത്താൽ ഞാൻ ചോറിന് തന്നു വിടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മറന്നു പോയതാണ്. ഉണ്ടായിരുന്നു, കൊടുക്കാൻ മറന്നുപോയി. ഇവന് പച്ചക്കറി എന്ന് പറയുന്നത് നമ്മുടെ വെള്ളരിക്കായും, നമ്മുടെ വീട്ടിൽ കിട്ടിയ വെള്ളരിക്കാണ്. വെള്ളരിക്കായും തക്കാളിപ്പഴവും ഇട്ട് പച്ചക്കറി വെച്ചതാണ്. പിന്നെ സ്നാക്സായിട്ട് നമ്മൾ ഇത് ചക്കവറ്റിലാണ് കൊടുത്തു വിടുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇളവനെ കൊണ്ടാക്കിയിട്ട് വരാവേ. പിന്നെ വീണ്ടും പറയുന്നു, ഞങ്ങളുടെ ഇതുപോലത്തുള്ള വീഡിയോകൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.